നമസ്കാരം, ഞാൻ ഡോക്ടർ കീർത്തി സുരേഷ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടപ്പോൾ ഒരു വ്യൂവർ ഡൗട്ട് ചോദിച്ചിരുന്നു, GDM അഥവാ ജെസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാവോ എന്നുള്ളത്. ആക്ച്വലി GDM എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. ഇന്ന് നമുക്ക് ജനറലി എന്താണ് GDM, എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്, അത് ചികിത്സിക്കേണ്ട ആവശ്യമുണ്ടോ, ചികിത്സിക്കാതിരുന്ന എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും എന്നുള്ളതിനെ പറ്റി സംസാരിക്കാം. അതിന്റെ ട്രീറ്റ്മെന്റ് പാർട്ട് എന്താണ്, അതിന്റെ ചികിത്സ, അതിന്റെ ഡയറ്റ്, അതിന്റെ മെഡിസിൻസിനൊക്കെ പറ്റി നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. GDM എന്ന് പറഞ്ഞാൽ എന്താണ്? GDM എന്ന് പറയുമ്പോൾ ജെസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ്. ജെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഗ്നൻസി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രമേഹമാണ്. അതായത് ഗർഭിണികളിൽ ഉണ്ടാവുന്ന പ്രമേഹം. ആക്ച്വലി ഗർഭിണികളിൽ ഉണ്ടാവുന്ന പ്രമേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും രണ്ട് മേജർ കാറ്റഗറി ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ GDM, ജെസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ്, അതായത് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഡയബറ്റിസ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രീ ജെസ്റ്റേഷണൽ ഡയബറ്റിസ് നമ്മൾ പറയും. അതായത് ഓൾറെഡി ഡയബറ്റിക് ആയിരുന്നു ഒരു കുട്ടി, ആ കുട്ടി ഗർഭിണിയാവുകയാണ്. അപ്പൊ ആ സിറ്റുവേഷനാണ് നമ്മൾ പ്രീ ജെസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് രണ്ടും നമ്മുടെ ഷുഗർ കൺട്രോളില് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. രണ്ടിന്റെയും ഷുഗേഴ്സ് നമ്മൾ ഒരേ രീതിയിലാണ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ കോംപ്ലിക്കേഷൻസിന്റെ കാര്യത്തിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഇത് രണ്ടും തമ്മിൽ. പ്രീ ജെസ്റ്റേഷണൽ ഡയബറ്റിസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ഒരു കുട്ടി ഡയബറ്റിക് ആയിരിക്കും, ചിലപ്പം ഡയറ്റ് എടുത്തോ മെഡിസിൻസ് എടുത്തോ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ആ സമയത്തായിരിക്കും പ്രഗ്നന്റ് ആവുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ പ്രീ ജെസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഗർഭിണി ആയി കഴിഞ്ഞ് യൂഷ്വലി നമ്മുടെ ഗർഭകാലത്തെ ഹോർമോൺസ് ഒക്കെ ഇഫക്റ്റ് വന്ന് അതുകൊണ്ട് ഒരു ഡയബറ്റിസ് വരുന്നതാണ് യൂഷ്വലി ജെസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറയുന്നത്. അത് ഒരിക്കലും ആദ്യത്തെ ഒരു 3-4 മാസങ്ങളിൽ ഉണ്ടാവുന്ന ഒരു കാര്യമല്ല. ഒരു 5 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും യൂഷ്വലി ഈ ഹോർമോൺസിന്റെ ഇഫക്റ്റില് ഇതുപോലെ ഷുഗേഴ്സ് വരുന്നത്. അപ്പോ അതിന് മുന്നേ, കാരണം ഇപ്പോ നമ്മുടെ റുട്ടീൻ ചെക്കപ്പിനനുസരിച്ച് ആദ്യത്തെ ചെക്കപ്പിൽ തന്നെ, ആദ്യത്തെയോ രണ്ടാമത്തെയോ ചെക്കപ്പിൽ തന്നെ തീർച്ചയായിട്ടും ഷുഗർ ലെവൽ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ ആ ലെവല് തന്നെ ഹൈ ആണെങ്കിൽ അത് ഒരിക്കലും ഗർഭിണിയായി കഴിഞ്ഞ് ഗർഭത്തിന്റെ ഹോർമോൺസ് കാരണം സംഭവിക്കുന്ന ഡയബറ്റിസ് ആയിരിക്കില്ല. ഓൾറെഡി ആ കുട്ടി ഡയബറ്റിക് ആയിരുന്നു കാണും. ചിലപ്പോൾ മുന്നേ ഒന്നും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കാണില്ല. ആദ്യമായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഗർഭിണിയായി കഴിഞ്ഞതിന് ശേഷമായിരിക്കും. അപ്പോൾ ഈ സിറ്റുവേഷനിൽ കണ്ടുപിടിക്കുന്ന ഷുഗർ പക്ഷെ ഗർഭകാലവുമായിട്ട് അസോസിയേറ്റഡ് അല്ല, ഓൾറെഡി ഡയബറ്റിക് ആണ്. അതായത് ആദ്യത്തെ ചെക്കപ്പിൽ തന്നെ ഷുഗർ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് പ്രീ ജെസ്റ്റേഷണൽ ഡയബറ്റിസ് ആണ് യൂഷ്വലി. പിന്നെ ശരിക്കും ഡെഫിനറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് 6 ആഴ്ച കഴിഞ്ഞ് ഷുഗർ നോക്കണം. കാരണം ജെസ്റ്റേഷണൽ ഡയബറ്റിസ് അഥവാ GDM ആണെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ അതും ഓട്ടോമാറ്റിക്കലി മാറും. പിന്നെ 6 ആഴ്ച കഴിഞ്ഞ്, ഡെലിവറി കഴിഞ്ഞിട്ടുള്ള 6 ആഴ്ച കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഷുഗർ ലെവൽസ് നോർമൽ ആയിരിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ ജെസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറയുന്നത്. അത് യൂഷ്വലി ഞാൻ പറഞ്ഞ പോലെ ഒരു 5 മാസത്തിന് ശേഷമായിരിക്കും വരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് പ്രഗ്നൻസിയിൽ നേരത്തെ ഷുഗർ ഒന്നും ഇല്ലായിരുന്ന ഒരാൾക്ക് ഷുഗർ വരുന്നത്? അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹോർമോൺസിന്റെ ഇഫക്റ്റ് ആണ്. കാരണം പ്രഗ്നൻസിയിൽ എല്ലാ സ്ത്രീകളുടെയും ബോഡിയിൽ കുറച്ച് ഹോർമോണൽ ചേഞ്ചസ് വരുന്നുണ്ട്. അത് നമ്മുടെ പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. ഈ ഹോർമോൺസ് എല്ലാം നമ്മുടെ ബോഡിയെ ഒരു ഡയബറ്റോജനിക് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്നു. അതായത് നോർമൽ ഉള്ള ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരിൽ കാണുന്ന ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സംഗതി ഒരു സ്ത്രീയുടെ ബോഡിയിൽ പ്രഗ്നൻസി സമയത്ത് വരുന്നു. അത് ആക്ച്വലി കുഞ്ഞിന് വേണ്ടിയിട്ട് ഗ്ലൂക്കോസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ സ്റ്റിൽ അതുകൊണ്ട് തന്നെയാണ് പലർക്കും ഇതുപോലെ ജെസ്റ്റേഷണൽ ഡയബറ്റിസ് വരുന്നത്. പക്ഷേ കേരളത്തിലെ കാര്യം എടുക്കുകയാണെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റുകളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണ്. ഏകദേശം ഒരു 10 മുതൽ ഒരു 15% ഗർഭിണികൾക്ക് നമ്മൾ പ്രഗ്നൻസിയിൽ ഡയബറ്റിസ് കണ്ടുപിടിക്കുന്നുണ്ട്. അത് പൊതുവേ നമ്മുടെ ആഹാര രീതിയിലെ പണ്ടുണ്ടായിരുന്നുള്ള വ്യത്യാസങ്ങൾ കൊണ്ടും എക്സസൈസ് കുറയുന്നതുകൊണ്ടും ഒത്തിരി ഫാസ്റ്റ് ഫുഡ്, അതുപോലെ തന്നെ കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, കോള പോലെയുള്ള സംഭവങ്ങൾ അതൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ജനറേഷൻ ആയതുകൊണ്ടായിരിക്കാം മേ ബി. പക്ഷെ ഇപ്പൊ പൊതുവേ ഉള്ള ട്രെൻഡ് GDM, ജെസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് കൂടി വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് പ്രഗ്നൻസിയിൽ. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത്? യൂഷ്വലി ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ വിസിറ്റിൽ തന്നെ ഷുഗർ ലെവൽ ചെക്ക് ചെയ്യുന്നുണ്ടാവും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ ഒരു 5 മാസം കഴിയുമ്പോഴത്തേക്കും ഗ്ലൂക്കോസ് കലക്കി കുടിച്ചിട്ടുള്ള ഒരു ടെസ്റ്റ് ഉണ്ടാവും. അതിൽ ആണ് മിക്കവരും
പോസിറ്റീവായിട്ട് നമ്മൾ ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കട്ട് ഓഫ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഡയബറ്റിക് ആണ്, പ്രഗ്നൻസിയിൽ വന്ന ഷുഗർ ആയിട്ട് നമ്മൾ ലേബൽ ചെയ്യുന്നു. ചിലർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയവും ചിലപ്പോൾ നോർമൽ ആയിരിക്കും, പക്ഷെ അത് തന്നെ നമ്മൾ അവസാനത്തെ ഒരു 3 മാസത്തിൽ ഒരിക്കലും കൂടി നോക്കും. 5 മാസത്തിലൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി ഒരു 7 മാസത്തിലൊക്കെ ഒന്നുകൂടെ റിപ്പീറ്റ് നമ്മൾ ഷുഗർ നോക്കാറുണ്ട്, 7-8 മാസത്തിൽ. ആ സമയത്ത് ഹൈ ആണെങ്കിലും അതിനെ നമ്മൾ ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് എന്നാണ് പറയുന്നത്. പിന്നെ പൊതുവെ എല്ലാവർക്കും ഉള്ള സംശയമാണ്, എല്ലാവർക്കും ഇതുപോലെ ഷുഗർ വരുന്നില്ലല്ലോ, എനിക്ക് എന്തുകൊണ്ടാണ് ഷുഗർ വരുന്നത്, എനിക്ക് വരാൻ എന്തായിരിക്കും കാരണം? അപ്പോൾ അതിനുള്ള മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ സംഗതികളുണ്ട് ഈ പ്രഗ്നൻസിയിലുള്ള ഷുഗർ വരാൻ കാരണമാക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BMI, ബോഡി മാസ് ഇൻഡെക്സ്. അതായത് ഹൈറ്റിനെക്കാട്ടിലും ഒത്തിരി കൂടുതൽ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് വെയിറ്റ് കൂടുതലുള്ളവർ, അതായത് നല്ല തടിയുള്ളവർക്ക് പ്രഗ്നൻസിയിൽ ഷുഗർ വരാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും ബ്ലഡ് റിലേഷനിൽ ആർക്കെങ്കിലും ഷുഗർ ഉണ്ടെങ്കിൽ ഒരു കുട്ടി ഗർഭിണിയായി കഴിയുമ്പോൾ അയാൾക്കും ഷുഗർ വരാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. പിന്നെ PCOD ഉള്ളവരായിരിക്കും ഒത്തിരി പേര് നമ്മൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുമ്പോൾ ആ സമയത്തായിരിക്കും ചിലപ്പോൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ PCOD ഉള്ളവർക്ക് പ്രഗ്നന്റ് ആയി കഴിയുമ്പോൾ ഷുഗർ വരാനുള്ള, ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് രണ്ടാമത്തെ പ്രഗ്നൻസി ആയിരിക്കും, ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഓൾറെഡി ഇതുപോലെ ഷുഗർ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ളവർക്ക് അടുത്ത പ്രഗ്നൻസിയിലും ഷുഗർ വരാനായിട്ട് ഒരു ടെൻഡൻസി ഉണ്ടാവും. പിന്നെ ചിലർ നമ്മൾ ചെക്കപ്പിനായിട്ട് വരുമ്പോഴത്തേക്കും ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വെയിറ്റ് ഗെയിൻ നമ്മൾ കാണും. അതായത് യൂഷ്വലി ഒരു മാസത്തിലൊക്കെ ഒരു കിലോ ഒക്കെ കൂടേണ്ട സ്ഥലത്ത് 2 കിലോ 3 കിലോ ഒക്കെ ഒരു 2 ചെക്കപ്പിനിടയ്ക്ക് തന്നെ ഒത്തിരി കൂടുന്നതായിട്ട്, അതായത് ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് കൂടുന്നതായിട്ട് നമ്മൾ കാണും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പൊതുവേ ഒരു ഷുഗർ വരാനുള്ള ഒരു ടെൻഡൻസി നമ്മൾ കാണാറുണ്ട്. ചിലപ്പം അടുത്ത വെസ്റ്റിലോ അതിന്റെ തൊട്ടടുത്ത വെസ്റ്റിലോ ഒക്കെ നോക്കുമ്പോഴത്തേക്കും ഷുഗർ കാണാറുണ്ട്. അപ്പൊ ഇങ്ങനെ വെയിറ്റ് ഗെയിൻ ഉള്ളവരെ നമ്മൾ കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് ഷുഗർ ലെവൽസ് മോണിറ്റർ ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പൊതുവേ കാണുന്ന ഒരു റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പ്രീ ജസ്റ്റേഷണൽ ഡയബറ്റിസ് ഉള്ളവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് വരുന്ന പോലെ തന്നെ ഒത്തിരി വെള്ളം ദാഹിക്കുക, ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യുക, അണുബാധകൾ വരിക, അങ്ങനത്തെ ഫീച്ചേഴ്സും നമ്മൾ പൊതുവെ കാണാറുണ്ട്. ഷുഗർ ലെവല് നമ്മൾ നോക്കുന്നു, ഗ്ലൂക്കോസ് അയച്ച് ടെസ്റ്റ് ചെയ്യുന്നു, അല്ലാതെ നോക്കുന്നു. എന്തായാലും നമ്മൾ ഡയബറ്റിസ് ആണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആൾക്കാരിലുള്ള ഒരു ടാർഗറ്റ് അല്ല പ്രഗ്നൻസി സമയത്തുള്ള ഷുഗറിന്റെ നമ്മുടെ ടാർഗറ്റ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഗർഭിണി മനസ്സിലാക്കേണ്ടത്. കാരണം നമുക്ക് നോർമലി ഉള്ള ആൾക്കാർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും വയറ്റിലുള്ള ഷുഗർ, അതായത് നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ എന്ന് പറയും. അപ്പൊ അതിന്റെ ലെവല് ഒരു 110 mg/dL ആവുന്ന വരെ പ്രശ്നമില്ല. അതുപോലെ തന്നെ അവർക്ക് ആഹാരം കഴിച്ച് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 140 mg/dL വരെ വരുന്നത് കുഴപ്പമില്ല. പക്ഷെ പ്രഗ്നൻസിയിൽ ഈ കട്ട് ഓഫിന് കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ട്. കാരണം പ്രഗ്നൻസിയിൽ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഷുഗർ കൺട്രോൾ വേണം. പ്രത്യേകിച്ചും പ്രഗ്നൻസിയിൽ നമ്മൾ ഫാസ്റ്റിംഗ് FBS നോക്കുമ്പോൾ എപ്പോഴും ഒരു 90-95 വരാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, 95 mg/dL. അതുപോലെ തന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് 2 hours കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ PPBS നമ്മൾ പറയും, പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ ലെവൽ, അത് എപ്പോഴും ഒരു 120 താഴെ 120 mg/dL താഴെ വരുത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പൊ ടാർഗറ്റ് 90-യും 120 ആണ്. അത് കഴിയുന്നതും കീപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഈ ലെവലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ കൊണ്ട് ഗർഭിണിക്ക് വരുന്ന അല്ലെങ്കിൽ കുഞ്ഞിന് വരുന്ന കോംപ്ലിക്കേഷൻസ് മാക്സിമം പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ലെവല് ക്രോസ് ചെയ്യുമ്പോഴാണ് ഷുഗർ ലെവൽ കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ കോമൺ ആയിട്ട് കാണുന്നത്. കാരണം GDM എന്ന് പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ അതിന്റെ ഡയഗ്നോസിസ് വളരെ ഈസിയാണ്. അത് കൺട്രോൾ ചെയ്യാനും അത്ര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഈ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഒരു 90% ആൾക്കാരിലും ഡയറ്റ് കൊണ്ട് തന്നെ ശരിയായ രീതിയിലുള്ള ആഹാരക്രമം ചിട്ടപ്പെടുത്തി അത് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു 10% ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് മെഡിസിൻ ടാബ്ലറ്റ്സ് ആയിട്ട് എടുക്കേണ്ടി വരുന്നതും, അതുപോലെ തന്നെ ഇൻസുലിൻ ടാബ്ലറ്റ്സിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവർക്കാണ് നമുക്ക് ഇൻസുലിനിലേക്ക് പോകേണ്ടി വരുന്നത്. അപ്പൊ അതൊരു 10% ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോ കൃത്യമായിട്ടുള്ള ഡയറ്റ് പാലിച്ചാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് GDM.
പിന്നെ എന്തിനാണ് നമ്മൾ ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് ഷുഗർ ലെവൽ നോക്കുന്നത്, എല്ലാ 3 മാസവും ചെക്ക് ചെയ്യുന്നു, ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഈ ഗർഭകാലത്തെ അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കുന്ന സമയത്തുള്ള ഷുഗർ എന്ന് പറയുന്നത് നമുക്ക് അമ്മയ്ക്കും കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളതാണ്, അതുപോലെ തന്നെ കുഞ്ഞിനും കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. ഇപ്പൊ അമ്മയെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള അണുബാധകൾ, ഇപ്പൊ യൂറിനറി ഇൻഫെക്ഷൻ ആയിക്കോട്ടെ, വജൈനൽ ഇൻഫെക്ഷൻ, നമ്മള് വെള്ളപ്പൊക്ക്, ചൊറിച്ചില്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് മാസം തികയുന്നതിന് മുന്നേ വേദന വന്നു പോകാനും ഒരു ചാൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. കാരണം ഇതുപോലെ അണുബാധകളൊക്കെ വരുമ്പോൾ നമുക്ക് കുഞ്ഞിന് മാസം തികയുന്നതിന് മുന്നേ പ്രസവിച്ചു പോകാൻ അല്ലെങ്കിൽ വെള്ളം പൊട്ടിപ്പോവാൻ എപ്പോഴും ഒരു ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഷുഗർ ഉള്ള അമ്മമാരുടെ കുഞ്ഞുങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്രോസോമിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വരും. മാക്രോസോമിയ എന്ന് പറഞ്ഞാൽ കുഞ്ഞിന്റെ വലിപ്പം ഒത്തിരി ക്രമാതീതമായിട്ട് കൂടുന്നതാണ്. കാരണം ആ നോർമലി ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ വെച്ച് ഒരു 3 കിലോ അല്ലെങ്കിൽ ഒരു 3.2 3.4 ഒക്കെ ആവേണ്ട കുഞ്ഞ് അമ്മയ്ക്കുടെ ഷുഗേഴ്സ് കൺട്രോൾഡ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 4 കിലോ അല്ലെങ്കിൽ 4.3 ആ റേഞ്ചിലോട്ട് പോയേക്കാം. അതിനെയാണ് നമ്മൾ മാക്രോസോമിയ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും വെയിറ്റ് ഉള്ള കുഞ്ഞിനെ നമ്മൾ പ്രസവിക്കുമ്പോൾ താഴെ വജനയുടെ ഭാഗത്ത് മുറിവുകളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. ഇത്രയും വലിപ്പമുള്ള കുഞ്ഞ് ചിലപ്പോൾ ഇടുപ്പിലിനകത്തൂടി ഇറങ്ങി വരുന്നില്ല, അപ്പോ സിസേറിയൻ ചെയ്യേണ്ടി വരാം. അതുപോലെ തന്നെ സിസേറിയൻ ആണെങ്കിലും ഡെലിവറി ആണെങ്കിലും ഷുഗേഴ്സ് കൺട്രോൾഡ് അല്ലെങ്കിൽ ആ മുറിവുകളൊക്കെ അണുബാധ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒത്തിരി കോംപ്ലിക്കേഷൻസ് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഷുഗർ ലെവല് അമ്മയ്ക്കുണ്ടെങ്കിൽ വരാൻ ഒരു ചാൻസ് ഉണ്ട്. ഇനി കുഞ്ഞിന് എന്തെങ്കിലും ഇഷ്യൂ വരാവോ? ശരിക്കും കുഞ്ഞിനുള്ള കോംപ്ലിക്കേഷൻസ് പ്രീ ജെസ്റ്റേഷൻ, അതായത് മുന്നേ ഉള്ള ഡയബറ്റിസിലും അതുപോലെ തന്നെ ജെസ്റ്റേഷൻ ഡയബറ്റിസ് മെലിറ്റസിലും ചെറിയ വ്യത്യാസമുണ്ട്. പ്രീ ജെസ്റ്റേഷൻ ഡയബറ്റിസ് അഥവാ പ്രഗ്നൻസിക്ക് മുന്നേ ഉള്ള ഷുഗർ ആണെങ്കിൽ നമുക്ക് കുഞ്ഞിന് അബോർഷൻസ് ഒക്കെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ കുഞ്ഞിന് ജനിതകമായിട്ടുള്ള വൈകല്യങ്ങൾ, പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വരാനായിട്ട്, വൈകല്യങ്ങൾ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കൺട്രോൾഡ് അല്ല എന്നുണ്ടെങ്കിൽ. എല്ലാം കൺട്രോൾഡ് ആണ്. നമ്മൾ HbA1c എന്ന് പറയുന്ന ഒരു സംഭവം നോക്കും അവർക്ക് തീർച്ചയായിട്ടും. HbA1c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 3 മാസത്തില് ഷുഗേഴ്സ് എങ്ങനെയാണ്, കൺട്രോൾഡ് ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ആ ഒരു HbA1c ഒരു 6 എന്നൊരു വാല്യൂല് 6 അല്ലെങ്കിൽ 6.5 താഴെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ടുള്ള ഒരു കോംപ്ലിക്കേഷനും കുഞ്ഞിന് വരില്ല എന്ന് ഉറപ്പിക്കാം പ്രീ ജെസ്റ്റേഷൻ ഡയബറ്റിസിൽ. ഇനി ജെസ്റ്റേഷൻ ഡയബറ്റിസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞിന്റെ വലിപ്പം കൂടാനാണ് സാധ്യത. അപ്പൊ വലിപ്പം കൂടുന്നത് ഞാൻ പറഞ്ഞ പോലെ ഡെലിവറിക്കും ഒട്ടും നല്ലതല്ല. മാസം തികയുന്നതിന് മുന്നേ പ്രസവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് മാസം തികയാതെ ICUലൊക്കെ കുറച്ചധികം ദിവസം വെക്കേണ്ട ഒരു ബുദ്ധിമുട്ട് വരാം. അതുപോലെ തന്നെ പ്രസവശേഷം കുഞ്ഞിന് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, നമ്മൾ റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് വരാൻ സാധ്യത കൂടുതലാണ്. കുഞ്ഞിന്റെ ഷുഗർ ലെവൽ കുറഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. കുഞ്ഞിന്റെ ബ്ലഡിലെ കാൽഷ്യം ലെവൽ കുറഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ കുഞ്ഞിനും വരാൻ സാധ്യതയുണ്ട്, പ്രൊവൈഡഡ് അമ്മയുടെ ഷുഗേഴ്സ് കൺട്രോൾഡ് അല്ല എന്നുണ്ടെങ്കിൽ. പക്ഷെ അമ്മയുടെ ഷുഗർ ലെവൽസ് നമ്മൾ കൺട്രോളിൽ നിർത്തുവാണെങ്കിൽ ഇങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. കുഞ്ഞ് വയറ്റിൽ കിടക്കുന്ന സമയത്ത് ഉള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു. പ്രസവ സമയത്തും കുഞ്ഞിന് മുറിവുകളൊക്കെ പറ്റാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ ഷോൾഡർ പിടിക്കുക, ഷോൾഡർ ഡിസ്റ്റോഷ്യ എന്ന് നമ്മൾ പറയാം. അതായത് കുഞ്ഞിന്റെ തല ഇറങ്ങി വരുന്നു, പക്ഷെ ഷോൾഡറിന്റെ ഭാഗം പ്രോപ്പർ ആയിട്ട് ഈസി ആയിട്ട് വരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോ കഴുത്തിലെ ചെറിയ ഞരമ്പുകൾക്കൊക്കെ ബുദ്ധിമുട്ട് വരാനും കൈക്കൊക്കെ ചെറിയ തളർച്ച പോലെ വരാനും വളരെ റെയർ ആയിട്ടുള്ള ഒരു സാധ്യതയുണ്ട് കുഞ്ഞിന് അമിതമായിട്ടുള്ള വെയിറ്റ് ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ പ്രസവശേഷം കുഞ്ഞിന് മഞ്ഞ വരിക എന്ന് പറയും. അങ്ങനെ മഞ്ഞ വരാനും ബിലിറുബിന്റെ ലെവല് കൂടാനും കുഞ്ഞിന് ഫോട്ടോതെറാപ്പി ഒക്കെ വേണ്ടി വരാനും ഒരു സാധ്യതയുണ്ട് ഈ GDM ആയിട്ടുള്ള മദർ ഡെലിവറി ചെയ്യുന്ന ബേബീസിന്. പിന്നെ പലരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, പ്രഗ്നൻസിയിൽ ഇതുപോലെ GDM ഉണ്ടായിരുന്നു, അപ്പോൾ എന്തെങ്കിലും ഫ്യൂച്ചറിൽ നമുക്ക് കോംപ്ലിക്കേഷൻസ് വരാനായിട്ട് സാധ്യതയുണ്ടോ, എനിക്ക് വരാൻ സാധ്യതയുണ്ടോ, അല്ല എന്റെ കുഞ്ഞിന് വരാൻ സാധ്യതയുണ്ടോ? ആക്ച്വലി പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസിയിൽ ജെസ്റ്റേഷൻ ഡയബറ്റിസ് മെലിറ്റസ് GDM ഉള്ള ഒരു അമ്മയ്ക്ക് ഫ്യൂച്ചറിലും ഡയബറ്റിസ് വരാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ കുഞ്ഞിന്റെ കാര്യം, കാരണം കുഞ്ഞ് പൊതുവേ സൈസ് കൂടുതൽ, ഞാൻ പറഞ്ഞല്ലോ മാക്രോസോമിയ സൈസ് കൂടുതൽ അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഫ്യൂച്ചറിലും തടിയുള്ളവർ ഒബിസിറ്റി വരാൻ അല്ലെങ്കിൽ ഓവർവെയിറ്റ് ആവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അവർക്കും കുഞ്ഞുങ്ങൾക്കും ഫ്യൂച്ചറിൽ ഡയബറ്റിസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്.
അപ്പോൾ അങ്ങനത്തെ ഫ്യൂച്ചറിലും ചെറിയ ഇഷ്യൂസ് ഒക്കെ വരാൻ സാധ്യത ഉള്ളതാണ്, പ്രൊവൈഡഡ് നമ്മുടെ ഷുഗേഴ്സ് കൺട്രോൾഡ് അല്ല GDM വരുമ്പോ എന്നുണ്ടെങ്കിൽ. അപ്പൊ ഏറ്റവും നേരത്തെ കണ്ടുപിടിക്കുക, ഏറ്റവും നേരത്തെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പിന്നെ പൊതുവെ എല്ലാവരുടെയും സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റേഷൻ ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവശേഷവും ഉണ്ടാവൂ. ജസ്റ്റേഷൻ ഡയബറ്റീസ് മെലിറ്റസ് അതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഡെലിവറി കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, പ്രഗ്നൻസി സമയത്ത് ബേബിയെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്ന ഹോർമോൺസ് എല്ലാം കുറയും. ഹോർമോൺസ് എല്ലാം ഒരു 45 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് പ്രീ പ്രഗ്നൻസി ലെവലിലോട്ട് പോകും. അപ്പൊ ആ സമയത്ത് അതിന്റെ എഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന ഷുഗേഴ്സും തീർച്ചയായിട്ടും കുറയും. പക്ഷെ എല്ലാവരും ഈ 45 ദിവസം കഴിയുമ്പോഴത്തേക്കും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കാരണം അപ്പോഴും ഷുഗർ ലെവൽസ് ഹൈ ആണ് എന്നുണ്ടെങ്കിൽ അവരെ പ്രീ ജസ്റ്റേഷൻ ഡയബറ്റീസുകാർ ആവാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് സ്ഥിരമായിട്ടുള്ള ഫോളോ അപ്പ് വേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാൻ, അതായത് യൂഷ്വൽ ഡയബറ്റീസിന്റെ പോലത്തെ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഷുഗർ ലെവൽസ് കൺട്രോൾ ചെയ്യുക, അതിന്റെ ഡയറ്റ് നോക്കേണ്ട ആവശ്യമുണ്ട്. 90% പേർക്കും ഡയറ്റിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം, ബാക്കി ഒരു 10% പേർക്ക് ടാബ്ലറ്റ്സും ഇൻസുലിനും വേണ്ടി വരും. അപ്പൊ ഡയറ്റിനെ പറ്റി ഞാൻ വിശദമായിട്ട് ഒരു വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ടോപ്പിക്കിനെ പറ്റി ഓൾമോസ്റ്റ് എല്ലാവർക്കും സംശയമൊക്കെ മാറിയെന്ന് വിചാരിക്കുന്നു. സ്റ്റിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ അതും കൂടി ചേർത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള സിമിലർ സിറ്റുവേഷനിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സ്ത്രീകളുടെ ഹെൽത്ത്, അതുപോലെ തന്നെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടോപ്പിക്സ് ഒക്കെ കാണാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.